ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ കുറേ നാളിന് ശേഷം നമ്മൾ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വേറൊന്നല്ല, നമ്മളെ ഫാമിലി ഫ്രണ്ടിൻ്റെ മാരേജ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നതിനും അതിവിടെയല്ല, മംഗലാപുരത്തായിരുന്നു. അപ്പം മംഗലാപുരത്ത് ടൗണിലായിരുന്നു കല്യാണം ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളോടും കൂടി ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീടെന്ന് പറയുന്നത്. അപ്പം നമ്മൾ പോകുന്നതിൻ്റെ അന്ന് രാവിലെ ഹൽദി ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം നമ്മളവിടെ ഒരു എന്താ പറയുക, വൈകുന്നേരമായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. രാത്രിയത്തെ പാർട്ടി അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണത്തിൻ്റെ തലേന്ന്, അതായത് ഒരു ദിവസം മുന്നേ, 2 ദിവസം മുന്നേ ആണ് ഇവിടെ പരിപാടികൾ ഉണ്ടാവുക. അതായത് കല്യാണത്തിൻ്റെ തലേന്ന് നമ്മുടെ നാട്ടിലെ പോലെ ഫംഗ്ഷനൊന്നും ഉണ്ടാവില്ല. കല്യാണത്തിൻ്റെ അന്നും അതേപോലെ കല്യാണത്തിന് 2 ദിവസം മുന്നേ ആണ് പാർട്ടി ഉണ്ടാവുക. അപ്പോൾ ആ പാർട്ടിയുടെ ഏകദേശം നമ്മളൊരു 3 മണി 4 മണി ആ സമയമാകുമ്പോഴേക്കും എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് അവിടുത്തെ പ്രോഗ്രാമിൻ്റെ ഒരുക്കങ്ങളൊക്കെ നമ്മൾ പോയ സമയത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് പുള്ളി അവിടെ ഒരു റൂം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു ഫ്ലാറ്റ് അവിടെ നമുക്ക് നിൽക്കാൻ വേണ്ടി, സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നതാണ്. അത് നമ്മളെ കല്യാണ വീടിൻ്റെ കുറച്ച് അടുത്ത് തന്നെയാണ്. അപ്പം പുള്ളിയുടെ ഫ്രണ്ടാണ് നമ്മളെ കൂട്ടിയിട്ട് ഇതാ റൂം കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. എല്ലാവരും ഉണ്ട്. ഇത് ആ നാട്ടിലുള്ള ആളാണ്. മലയാളം അറിയത്തില്ല എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഓർമ്മയില്ല. ഏകദേശം 2 ആഴ്ചക്ക് മുകളിലായി കല്യാണം കഴിഞ്ഞിട്ട്. ഇപ്പോഴാണ് വീഡിയോ ഇടാൻ വേണ്ടി സമയം കിട്ടിയത്. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന സ്ഥലം. ഇതൊരു ഫ്ലാറ്റാണ്, 2 ബെഡ്റൂമുള്ള ഒരു ഫ്ലാറ്റാണ്. നമ്മൾ അന്നേരം അവിടെ സ്റ്റേ ചെയ്ത സമയത്ത് അവിടെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം അവിടെ നിന്ന് വീട്ടിൻ്റെ അടുത്തു നിന്നൊരു 10 മിനിറ്റ്സ് അത്രയേ ഉള്ളൂ. ആ ഒരു ഡിസ്റ്റൻസിലാണ് നമ്മൾ നിന്നത്. അപ്പോൾ ഇതാണ് വരുന്നത്. എല്ലാ റൂമിനും ബാൽക്കണി ഉണ്ടായിരുന്നു. ഇത് കിച്ചണാണ്, നമുക്ക് യൂസ് ചെയ്യാൻ, വേണമെങ്കിൽ ചായ അല്ലെങ്കിൽ കാപ്പി അങ്ങനെയൊക്കെ വെച്ച് കുടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം പാർട്ടിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. ഞാൻ പറയുന്നത് കുറച്ച് സ്പീഡാണെന്ന് അറിയാം. അപ്പോൾ ഓൾറെഡി വീഡിയോ എടുത്ത് വെച്ചതായതുകൊണ്ട് അതുകൊണ്ടാണ് കുറച്ച് സ്പീഡായി പോകുന്നത്. അപ്പോൾ ഇതാണ് അന്നത്തെ പ്രോഗ്രാം, നൈറ്റുള്ള പ്രോഗ്രാം ഇങ്ങനെയായിരുന്നു. വീടൊക്കെ നല്ല ഫുള്ള് ലൈറ്റൊക്കെ കത്തിച്ച് ഇങ്ങനെയായിരുന്നു. ഇതാണ് ഇവിടെ ഈ നാട്ടിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്നറിയില്ല. കുറച്ചും കൂടി അടുത്തുനിന്ന് ഞാൻ കാണിച്ചു തരാം. അതിനു മുന്നേ ഇവിടുത്തെ ഡെക്കറേഷൻസൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയായിരുന്നു ഡെക്കറേഷൻ, സ്റ്റേജ് ഇങ്ങനെയായിരുന്നു. ഇവിടെ DJ പ്രോഗ്രാമൊക്കെ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ നാട്ടിൽ എവിടെയെങ്കിലും കാണുമോ നൈറ്റ് ബാർ? ഇത് ഈ നാട്ടിലെ കല്യാണത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഇവിടെ വരുന്ന ഗസ്റ്റിന് എല്ലാവർക്കും ഏത് ബ്രാൻഡ് വേണോ, എന്ത് സാധനം വേണമെങ്കിലും കഴിക്കാൻ നൈറ്റ് ബാറാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് DJ പ്രോഗ്രാം, എല്ലാവരും ഡാൻസ് ചെയ്യുന്നതാണ്. അവിടെയുള്ള എല്ലാവരും ഒരുമിച്ചാണ് ഡാൻസ് ചെയ്യുന്നത്. ഏച്ചിയൊക്കെ നല്ലോണം ഡാൻസ് കളിക്കുന്നുണ്ട്, അച്ഛനുണ്ട്, അതുപോലെ ധാർമി ആരെ കൂടെ ഉണ്ടായതെന്ന് പോലും അറിയില്ല. ആരെ കൂടെയോ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. ഇത് ഞങ്ങളെ കസിനാണ് ഏച്ചി ഡാൻസ് കളിക്കുന്നത്, ഒരുമിച്ച് കസിൻ്റെ കൂടെയാണ് കളിക്കുന്നത്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അടിച്ചുപൊളി പരിപാടി. നമ്മുടെ നാട്ടിനേക്കാളും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു കല്യാണം എന്ന് പറഞ്ഞാൽ അത് മംഗലാപുരം കല്യാണം തന്നെയായിരിക്കും. ഞാൻ ഫസ്റ്റ് ടൈമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാടിന് പുറത്തുള്ള ഒരു കല്യാണം ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. അതായത് നമ്മളെ കണ്ണൂർ ജില്ലയിലുള്ള കല്യാണം പോലെ അല്ലല്ലോ മംഗലാപുരം. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇവരെ സിസ്റ്റർ കല്യാണം കൂടി ഉണ്ട് കഴിയാൻ വേണ്ടിയിട്ട്. നമ്മൾ ഡെഫിനറ്റായിട്ട് നമ്മൾ ഈ കല്യാണത്തിന് വരുന്നുള്ളത്. അപ്പോൾ ഇതായിരുന്നു നൈറ്റിലെ ലാസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. പ്രോഗ്രാം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി പ്രോഗ്രാം. നമ്മുടെ നാട്ടിലൊന്നും ഇതുമാതിരി ഒരു പ്രോഗ്രാം കണ്ടിട്ടേ ഉണ്ടാവില്ല. എനിക്ക് ഇവിടെ അത് വേറെ ലെവലാണ്. പക്ഷേ എങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെയല്ല. അങ്ങനെ ഒരു ബിഹേവിയർ ആയാലും എന്താ പറയുക, എങ്ങനെ ആയിക്കഴിഞ്ഞാലും നോക്കിക്കഴിഞ്ഞാലും സൂപ്പറാണ്, അടിപൊളിയാണ്. അവിടുത്തെ ആൾക്കാരും അതേപോലെ തന്നെ അവിടുത്തെ പെരുമാറ്റം, പ്രോഗ്രാം, ഫങ്ഷൻ എല്ലാം സൂപ്പറായിരുന്നു. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു 11:30-12 മണി ആകുമ്പോഴത്തേക്ക് നമ്മൾ റൂമിലേക്ക് പോയി. നമ്മൾ കല്യാണം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിന്നിട്ടില്ല നമുക്ക്, കാരണം ഹോട്ടലുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ കല്യാണത്തിൻ്റെ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ ഒരു 10-11 മണി ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ അവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് ഇങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പ്രോഗ്രാമെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഇവരെ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യാനൊക്കെ ആളുണ്ടായിരുന്നു, ഒരു ആങ്കറൊക്കെ ഉണ്ടായിരുന്നു ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ എന്തൊക്കെയോ മ്യൂസിക്കൽ പ്രോഗ്രാംസ്, അതുപോലെ തന്നെ ഗെയിംസ്, അതൊക്കെ ഉണ്ടായിരുന്നു. കല്യാണത്തിൻ്റെ തലേന്നത്തെ പരിപാടിയിലാണ് പിള്ളേരെ കൊണ്ട് പാട്ട് പഠിപ്പിക്കുക. അതെന്തൊക്കെയോ ഗെയിംസ് പോലെയാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ കുറച്ച് ഭാഗമേ കണ്ടിട്ടുള്ളൂ, കാരണം നമ്മൾ കസിൻസിൻ്റെ കൂടെ ഇപ്പുറത്തെ സൈഡാണ് ഉണ്ടായിരുന്നത്. കൂടുതൽ
പ്രോഗ്രാം അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല, പക്ഷേങ്കിൽ നന്നായിട്ട് ഹോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അച്ഛൻ പറഞ്ഞു. ഇപ്പോൾ ആങ്കർ നല്ല അടിപൊളിയാണ്. അപ്പോൾ ആരാണെന്ന് എനിക്കറിയില്ല, നാട്ടിലെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആരോ ആണെന്ന് തോന്നുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലൊക്കെ പോയി റെസ്റ്റ് എടുത്ത് പിറ്റേന്ന് രാവിലെ നമ്മൾ നാട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഇവരുടെ വീട്ടിലേക്ക് റൂമിൽ നിന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ വീട്ടിലേക്ക് പോയിന്. ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ ഉണ്ടായത്. പിന്നെ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് നമ്മൾ നേരെ നാട്ടിലേക്ക് വിട്ടു. അപ്പോൾ എല്ലാവരും കല്യാണമെല്ലാം പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം, അടുത്ത പ്രോഗ്രാമായിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.